ശിരോവസ്ത്രമൊക്കെ ധരിച്ചിട്ട് സാധാരണ വിവിധ സ്കൂളുകളിൽ ആൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ആരും തടസ്സം നിൽക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ശിരോവസ്ത്രമാണോ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം? അപ്പോൾ ഇതൊക്കെ ഈ ചർച്ചയിലേക്ക് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? അത് വളരെ ആസൂത്രിതമാണ്. അത് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ മതപരമായ വേർതിരിവുണ്ടാക്കി ഒരു കലാപത്തിലുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന വിഷയത്തിൽ അവരിടപെടുകയാണ്. ഇപ്പോൾ ശിരോവസ്ത്രം ധരിച്ച് കുട്ടികൾ പോയാൽ പോകുന്നു. അതൊക്കെ എത്ര സ്കൂളുകൾ പോകുന്നുണ്ട്? ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടോ? അപ്പോൾ ഇല്ല, ഗവൺമെൻറ് പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി വളരെ പക്വതയോടുകൂടി അതിനകത്ത് ഇടപെട്ട് ഒരു നിലപാട് പറഞ്ഞു. അത് പ്രശ്നം ഉണ്ടാക്കാനാണല്ലോ സതീശൻ ആളെ അങ്ങോട്ട് വിട്ടത്. അതാണല്ലോ നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ വഴിയിൽ കൂടി നല്ലതുപോലെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് DYFI ആവശ്യപ്പെടുകയാണ്. അതിനകത്ത് കലാപശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇല്ല, മതപരമായ കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത്? ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അപ്പം അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു, പിന്നെ അതിലേക്ക് ബോധപൂർവം ചർച്ചകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ശിരോവസ്ത്രം ധരിച്ചു പോയതുകൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് ഒരു ചർച്ചയിലേക്ക് എന്തിനാണ് അനാവശ്യമായി നമ്മൾ പോകുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പിന്നൊരു താല്പര്യമുണ്ട്.